ജീസസ്. ആർക്കും ഒതുക്കാനും പറ്റില്ല. ദൈവകൃപയുണ്ട്, ആർക്കും തകർക്കാനും പറ്റത്തില്ല. ഹല്ലേലൂയ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. കാരണം ദൈവം നിന്നെ വിളിച്ചത് ചീര കൃഷിയായിട്ടല്ല. ചീരയാണെങ്കിൽ 6 മാസം കൊണ്ട് തീർന്നു പോകും. എന്നാൽ മുന്തിരിയാണ് തലമുറയായത് നിലനിൽക്കുക. മുന്തിരിത്തോട്ടത്തിൽ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി തല ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എത്ര കയ്യന്മാർ നിനക്കെതിരെ ഗൂഢാലോചന നടത്തിയാലും ആമേൻ, ദൈവം നിന്നെ കൊണ്ട് എന്തെങ്കിലും തീരുമാനിച്ചെങ്കിൽ അത് നിന്നെ കൊണ്ട് തന്നെ ദൈവം ചെയ്യും. കയ്യൻ എത്ര നിർബന്ധിച്ച് വിളിച്ചാൽ അവന്റെ വായിൽ നീ പോകരുത്. അവൻ നിന്നെ വിളിക്കുന്നത് നിന്നെ നന്നാക്കാനല്ല, നിന്നെ അപകടത്തിൽ കൊന്നുകളയാൻ വേണ്ടിയാണ്. ഇളയ സഹോദരന്മാരെ കൊല്ലുന്ന മൂത്ത സഹോദരന്മാർ. ആന്ധ്രയിലെ നെൽകൃഷിയും പഞ്ചാബിലെ ഗോതമ്പ് കൃഷിയും ഇല്ലെങ്കിൽ സ്തോത്രം ഇന്ത്യയിലെ പകുതി പട്ടിണിയാ. എന്ന പോലെ സഭയിൽ വളർന്നു വരുന്ന യുവ സഹോദരന്മാരെ, പാട്ടുകാരെ, പ്രാസംഗന്മാരെ, പ്രവാചകന്മാരെ, ഇളം തലമുറയെ വളർത്തുന്നില്ലെങ്കിൽ സഭ പട്ടിണിയാ. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്ത് പറ, അത് പ്രധാനപ്പെട്ട കാര്യം. പറഞ്ഞാട്ടെ, അത് പ്രധാനപ്പെട്ട കാര്യം. ഇളം തലമുറ മൂത്ത സഹോദരന്മാരുടെ കയ്യില. എന്നാൽ അപ്പന്മാർ, ഇട്ടടിസ്ഥാന അപ്പന്മാർ, ശപിച്ചത്, അപ്പന്മാർ മുട്ടിച്ചത്, അത് നിമിത്തം തലമുറ തമ്മിലടിക്കുന്ന. എന്നാൽ പാപത്തെ കളഞ്ഞ് ആര് ദൈവകൃപയിൽ ദൈവസന്നിധിയിൽ കടന്നു വന്നു, പാരമ്പര്യം കളഞ്ഞ്, പള്ളിഭക്തി കഴിഞ്ഞ്, മെഴുകുതിരി കളഞ്ഞ്, സ്തോത്രം കുരുത്തോല കളഞ്ഞ് ആമേൻ, ആര് ദൈവകൃപയിൽ കടന്നു വന്നു അവന്റെ ശാപം പൊട്ടി. സഹോദരങ്ങളെ, അവർ ദൈവത്തിന് കൃപയിൽ അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ എവിടെ പോയാലും പറയുന്ന ഒരു സംഭവം പറയട്ടെ. വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 30 വർഷം കേരളത്തിൽ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ചാണകം, സ്തോത്രം, അത് കലക്കി ഒഴിക്കുന്ന കാലം. കല്യാണത്തിന് വിളിക്കാത്തതായ കാലം ഇന്ന് നോർത്ത് ഇന്ത്യയിലുണ്ട്. സ്തോത്രം, അതെ, വെള്ളം കൊടുക്കത്തില്ല. പഞ്ചായത്തിന്റെ കിണറിൽ നിന്ന് വെള്ളം കോരാൻ സമ്മതിക്കത്തില്ല, ബസ്സിൽ കയറ്റത്തില്ല. അങ്ങനെയുള്ളതായ ഒരു പ്രത്യേക അന്തരീക്ഷമായിരുന്നു അന്നും കേരളത്തിൽ. ആ പ്രതികൂലത്തിന്റെ നടുവിൽ ഇവാഞ്ചലിക്കൽ ചർച്ചിൽ നിന്ന് ആരും അറിയാതെ ഒരു സഹോദരിയും സ്നാനപ്പെട്ടു. ആരും അറിയാതെ വെച്ചു. ഇന്നും ആരും മാനസാന്തരപ്പെട്ടത് ആരും അറിയണ്ട എന്ന് പറയുന്ന ഏതൊക്കെയോ മന്ദബുദ്ധികൾ ഇതിനകത്തുണ്ട്. എന്നാൽ നീ മാനസാന്തരപ്പെട്ടാൽ വീട്ടിലെ പൂച്ച പോലും അറിയും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പൂച്ച ഏതേണ്ട ഫുട്ബോൾ അടിക്കുക. എന്നാൽ ഈ മീറ്റിങ്ങിന് വന്ന് മാനസാന്തരപ്പെടുമ്പോൾ ഹായ് പൂച്ചി, ഹായ് പൂസി, ബായ് എന്ന് പറയുമ്പോൾ സ്തോത്രം, പൂച്ചയ്ക്ക് മനസ്സിലാവും ഈ പുള്ളി സ്തോത്രം ആള് മാറിപ്പോയി. പൂച്ച പോലും പറയും മാനസാന്തരപ്പെട്ടു. അവരെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു ആ മാനസാന്തരം. അവസാനം സ്തോത്രം ഒരു ക്രിസ്മസ് ക്രിസ്ത്യാനി അവളെ വിവാഹാലോചനയുമായി വന്നപ്പോൾ അപ്പോൾ അവളുടെ വിശ്വാസം വെളിപ്പെടേണ്ട നേരമായി. അവൾ ചോദിച്ചു, സ്തോത്രം, നിനക്ക് BA ബാച്ചുലർ ഓഫ് ആർട്സ് അല്ല, ബോൺ അഗൈൻ എക്സ്പീരിയൻസ്, നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. യവൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. ചിലർ മിഴിച്ചു നോക്കുന്ന പോലെ യവനും മിഴിച്ചു നോക്കി. എന്നിട്ട് അവൻ പറഞ്ഞു നോ. അവൻ നോ പറഞ്ഞപ്പോൾ അവളും പറഞ്ഞു നോ. കാരണം ഇസ്മായിലിനും ഇസഹാക്കിനും ഒരുമിച്ച് വസിപ്പാൻ കഴിയത്തില്ല, വെളിച്ചത്തിനും ഇരുളിനും ഒരുമിച്ച് വസിപ്പാൻ കഴിയത്തില്ല, അവിശ്വാസിക്കും വിശ്വാസിക്കും ഒരുമിച്ച് വസിപ്പാൻ കഴിയത്തില്ല. അവൾ ധൈര്യമായി പറഞ്ഞു, എനിക്ക് നിന്നെ വിവാഹം ചെയ്യാൻ കഴിയത്തില്ല. യുവ സഹോദരങ്ങൾ അതിന് നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. വീട് കലങ്ങി. അപ്പൻ ചൂരലെടുത്ത് സഹോദരിയെ ഭയങ്കരമായി അടിക്കാൻ തുടങ്ങി. ബന്ധുക്കാരെ ഇറങ്ങിപ്പോയി. സഹോദരി അടികൊണ്ട് പൊളയുമ്പോൾ കൊച്ചു സഹോദരൻ ഇറങ്ങി നിന്ന് പറഞ്ഞു, അമ്മയമ്മ മാത്രമല്ല തല്ലേണ്ടത്, എന്നെയും ചേർത്ത് തല്ലിയാട്ടെ. ആ കലക്കം വെള്ളത്തിൽ ഞങ്ങൾ ഒരുമിച്ചാണ് മുങ്ങിയത്. ജീവനുള്ള മീന് ഒഴുക്കിന് എതിരെ നിൽക്കും. ചത്തത് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ചത്തത് അഡ്ജസ്റ്റ് ചെയ്ത് ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ 10 മണി വരെ പള്ളിയിൽ പോയി സ്തോത്രം, നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറഞ്ഞ് അതിനകത്ത് തന്നെ കിടക്കും. എന്നാൽ ജീവൻ ഉള്ളതാണ്. എത്ര പ്രതികൂലമെങ്കിലും ആരെയും നോർക്കത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കും തെല്ലും ഭയപ്പെടത്തില്ല. വിളിച്ചവന്റെ ശബ്ദം കേട്ട് മുന്നോട്ട് ഇറങ്ങും. ബസ് സ്റ്റോപ്പിനരികിൽ വന്നപ്പോൾ പരിശുദ്ധാത്മപ്പെട്ട പറഞ്ഞു, സ്തോത്രം, ആ വീട്ടിലേക്ക് കയറിപ്പോ. മക്കളില്ലെങ്കിലും സ്വീകരിപ്പാൻ ഞാൻ ഒരുക്കുന്ന ഒരു പിതാവുണ്ട്. ആ വീട്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രവാചകനായ സ്തോത്രം വാര്യപുരം യോനാച്ചൻ പാർക്കിയ വാര്യപുരം യോനാച്ചൻ്റെ വീട്. ഉടനെ ദൈവത്തിന് ആത്മാവ് പറഞ്ഞു, സ്തോത്രം, മക്കളെപ്പോലെ കരുതാൻ കൊള്ളാവുന്നല്ല 2 പിള്ളേർ വരുന്നുണ്ട്, അവരെ സ്വീകരിച്ചാട്ടെ. വസ്ത്രം നനഞ്ഞ വരുന്നത്, നല്ല വസ്ത്രം കൊടുക്ക്, നല്ല ആഹാരം കൊടുക്ക്, ദൈവത്തിന് ആലോചനയും കൊടുക്ക്. അദ്ദേഹം കതക് തുറന്നവരെ ഉള്ളിൽ സ്വീകരിച്ചു, വസ്ത്രം കൊടുത്തു, കഞ്ഞിയും ചമ്മന്തിയും കൊടുത്തു. എന്നിട്ട് പ്രാർത്ഥിപ്പാൻ മുട്ടുമടക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു.
സ്വർഗം തുറക്കപ്പെട്ട ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ ദൈവം, ഒറ്റയ്ക്ക് കരയുമ്പോൾ പെട്ടെന്ന് പ്രവർത്തിക്കുന്നവനായ ദൈവം, മനുഷ്യൻ കൈവിടുമ്പോൾ സെലക്ട് ചെയ്യുന്നവനായ ദൈവത്തിന്റെ ആത്മാവ് ആ റൂമിൽ ഇറങ്ങി വ്യാപരിച്ച് അവരെ കുറിച്ച് ഒന്നും അറിയാത്ത ദൈവത്തിന്റെ ദാസൻ മുഖത്തിന്റെ മേക്കപ്പ് അല്ല, ഹൃദയത്തിന്റെ മുറിവുകളെ കണ്ട് സംസാരിക്കുന്നവരായ കർത്താവ് ആ സഹോദരിയെ നോക്കി ഇപ്രകാരം പറഞ്ഞു, എന്റെ മകളെ ഞാൻ നിന്നെ മാനിക്കും. എങ്ങനെ അവൾ ചോദിച്ച എവിടെ വെച്ച്? ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു, ഞാൻ നിന്നെ മാനിക്കും. രാജാക്കന്മാരും നേതാക്കന്മാരും സംഘം കൂടുന്ന സ്ഥലത്ത് വലിയൊരു ഓഫീസുണ്ട്. ആ ഓഫീസിൽ ഞാൻ നിന്നെ ഒരു എക്സിക്യൂട്ടീവ് പദവിയിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകും. നിന്റെ ഫയൽ പിടിച്ച് നിന്റെ സെക്യൂരിറ്റി ഗാർഡുകൾ നിനക്ക് ചുറ്റും നടക്കും. അങ്ങനെ ഒരു കാലം വരുമ്പോൾ നീ പറയും, എൻ്റെ ദൈവം അപമാനിക്കുന്നവനല്ല, എൻ്റെ ദൈവം മാനിക്കുന്നവനത്രേ. ആ സഹോദരൻ നോക്കി സ്തോത്രം. ആ ദൈവത്തിന്റെ ദാസനെ പ്രകാരം പറഞ്ഞു, കലങ്ങിയ കുളത്തിലെ വെള്ളത്തിൽ നീ മുങ്ങിയത് കൊണ്ട് ഈ ലോകത്തിൽ അപ്പൻ തള്ളിക്കളഞ്ഞു, പക്ഷെ ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല. അനേകരെ കടൽ കടത്തി സ്നാനപ്പെടുത്തുവാൻ സ്തോത്രം ഞാൻ നിന്നെ ഒരു അപ്പോസ്തലനായി അഭിഷേകം ചെയ്യുന്നു. നിങ്ങൾ എന്നോട് ചോദിക്കുക, ബ്രാദർ അതിലെന്തെങ്കിലും നടന്നോ? പുല്ല് ഉണങ്ങും, പൂവാടും, കർത്താവിന്റെ വചനം എന്നേക്കും നിലനിൽക്കും. ആകാശം മാറും, ഭൂമി നീങ്ങും, എങ്കിലും ദൈവത്തിന്റെ അരുളത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം ഒരിക്കലും വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം വരികയില്ല. അവൻ ഭോഷ്ക്ക് പറയുകയില്ല. അവൻ വാഗ്ദത്തങ്ങൾ വിശ്വാസത്തെ അനുഭവിച്ചവർക്ക് ദൈവത്തെ സ്തുതിക്കാം. ചില ദിവസം കൂടെ പിടിച്ചു നൽകണം, ഇട്ടുകളയരുത്. എന്താ സംഭവിച്ചത്? സ്തോത്രം. മറ്റൊരു സഹോദരൻ നമ്മളെ വിവാഹം ചെയ്ത നമ്മൾ ന്യൂ ജേഴ്സിയിൽ പാർക്കുന്നു. പ്രൗളി പാസ്റ്റേഴ്സാണ് ഈ വിനോദം. ഹല്ലേലൂയ. ന്യൂ ജേഴ്സിയിൽ അവൾ പാർക്കുന്നു. മോളെ മാമയെ അറിയാം. താങ്ക് യു. ഹല്ലേലൂയ. ന്യൂ ജേഴ്സിയിൽ അവർ പാർക്കുന്നു. ഇന്ന് അവൾ ന്യൂയോർക്കിൽ ജോലി ചെയ്യുന്നു. 99 നോർത്ത് അമേരിക്കൻ മലയാളി കോൺഫറൻസിന് പ്രസംഗിക്കുമ്പോൾ സ്തോത്രം അതെ ആരോണ്ട് പറഞ്ഞു, ബ്രദർ നീ എവിടെ പോയാലും പറയുന്ന ആ കുടുംബം അവിടെയുണ്ട്. ഞാൻ പോയപ്പോൾ ഞാൻ കണ്ടു ഒരു ഷോർട്ട് ആൻറ്റി തലമുടിയെല്ലാം നരച്ചിരിക്കുന്ന എന്നെക്കാൾ 4 ഇരട്ടി വലിപ്പമുള്ളതായ 3 പിള്ളേർ അവരുടെ ചുറ്റും നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, സ്തോത്രം എവിടെ ജോലി ചെയ്യുന്നു? അവൾ പറഞ്ഞു, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ, രാജാക്കന്മാർ നേതാക്കന്മാർ സംഘം കൂടുന്ന സ്ഥലം, ഐക്യരാഷ്ട്രസഭയിൽ അവൾ ഒരു എക്സിക്യൂട്ടീവാണ്. ഫയൽ അവൾ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫയലെടുക്കാൻ സെക്യൂരിറ്റി ഗാർഡുകൾ ഓടി വരും. സെക്യൂരിറ്റി ഗാർഡുകളുടെ നടുവിലൂടെ എല്ലാ വർക്കിംഗ് ഡേയ്സ് അവൾ നടന്നു പോകും. ഞാൻ ചോദിച്ചു, സ്തോത്രം എങ്ങനെ ഇവിടെ കയറി പറ്റി? അവൾ പറഞ്ഞു, അപ്പൻ വിതച്ചതല്ല, അമ്മ കൊയ്തതല്ല. എൻ്റെ ദൈവത്തിൻ്റെ പ്രമാണത്തിന് വേണ്ടി ഞാൻ നിന്നപ്പോൾ, എൻ്റെ കർത്താവിൻ്റെ പ്രമാണത്തിന് വേണ്ടി ഞാൻ നിന്നപ്പോൾ എൻ്റെ ദൈവം എന്നെ ഉയർത്തിയതത്രേ. കൊണ്ടുവന്നിട്ടുള്ള വേദപുസ്തക കരങ്ങളിലൊന്ന് എടുത്ത് ഇന്ന് രാത്രി കരങ്ങളെ ഉയർത്തി ഒന്ന് അല്പനേരം ആ കരങ്ങളിൽ ബൈബിൾ എടുത്തു വന്ന് ദൈവത്തെ സ്തുതിച്ച്, ഇത് ഉയർത്തിയോ? ദൈവം നിന്നെ ഉയർത്തുന്നു. ഇത് ഉയർത്തിയവൻ തൂങ്ങാൻ കയറെടുക്കത്തില്ല. ഇത് ഉയർത്തിയവൻ സ്തോത്ര കിണറ്റിൽ ചാടത്തില്ല. ഇതിൽ ഉയർത്തിയവൻ കുടുംബമായി ആത്മഹത്യ ചെയ്യത്തില്ല. ഇതിനെ ഉയർത്തിയവനെ ദൈവം ഉയർത്തുന്നു. ഇന്ന് രാത്രി മദ്യപാനം, വ്യഭിചാരം, മയക്കുമരുന്ന്, ശാപത്തിന്റെ കാരണമായിരിക്കുന്ന പാപം യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. കാരണം വേദപുസ്തകം പറയുന്നു, നീതിമാന്റെ വാസസ്ഥലത്തെ ദൈവം അനുഗ്രഹിക്കുന്നു. എത്ര പേർ ഹല്ലേലൂയ പറയും? ഞാൻ പ്രോസ്പെരിറ്റി ഗോസ്പലും പോവർട്ടി ഗോസ്പലും അല്ല പറയുന്നത്. സമൃദ്ധിയുടെ സുവിശേഷമല്ല, ദരിദ്ര സുവിശേഷമല്ല. ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം പറയുന്നത്. കാരണം ക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിച്ച് ആര് ദൈവകൃപ വന്ന നിങ്ങളുടെ എല്ലാവരുടെയും നമ്മുടെ പൊതുവായ സാക്ഷി പറയട്ടെ. അന്ന് വേർപെടാതിരുന്നെങ്കിൽ, അന്ന് സ്നാനപ്പെടാതിരുന്നെങ്കിൽ ഈ അളവിൽ വരത്തില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവരുടെയും സാക്ഷ്യം ഒരുമിച്ച് പറയാം. ഞാൻ വന്നതല്ല, എൻ്റെ അപ്പച്ചൻ കൊണ്ടുവന്നതത്രേ. ഗ്ലോറി. എത്ര പേർ ആമേൻ പറയും? ഞാൻ വന്നതല്ല, എൻ്റെ കർത്താവ് കൊണ്ടുവന്നതത്രേ. ഞാൻ നടന്നതല്ല, അവൻ എന്നെ കൈപിടിച്ച് നടത്തിയതത്രേ. ഞാൻ നിന്നതല്ല, അവൻ എന്നെ നിർത്തിയതത്രേ. ഞാൻ ആയതല്ല, അവൻ എന്നെ ആക്കിയതത്രേ. 3 നേരമില്ലല്ലോ. മറ്റൊരു ക്രമത്തിൽ ശാപം വരുവാൻ ചാൻസ് ഉണ്ട്. 2 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 2 ശമൂവേൽ 12-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. നീ എന്നെ നിരസിച്ചു, ഇത്തിനായി ഊരിയാവിന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തുകൊണ്ട് വാൾ നിന്റെ ഗൃഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഗൃഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. നീ കാണുക, ഞാൻ നിന്റെ ഭാര്യമാരെ എടുത്ത് നിന്റെ കൂട്ടുകാരന് കൊടുക്കും. അവനെ സൂര്യന്റെ വെട്ടത്ത് തന്നെ നിന്റെ ഭാര്യമാരോടുകൂടെ ശയിക്കും. നീ അത് രഹസ്യത്തിൽ ചെയ്തു,
ഞാനോ ഈ കാര്യം ഇസ്രായേലൊക്കെയും കാണുക സൂര്യന്റെ വെട്ട് തന്നെ നടത്തും. ദാവീദ് നാഥാനോട് ബാക്കി പറഞ്ഞത്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. കേട്ടോ മാത്രം കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാണ്.